നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മുടെ കൈവശം ജനന സർട്ടിഫിക്കറ്റിൽ എങ്ങനെ നമ്മുടെ പേര് തിരുത്താം, മാതാപിതാക്കളുടെ പേര് തിരുത്താം, നഷ്ടപ്പെട്ടു പോയ ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ വീണ്ടെടുക്കാം, നിലവിൽ ജനനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് പുതുതായി എങ്ങനെ ജനനം രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നഷ്ടപ്പെട്ടു പോയ ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും മരണ സർട്ടിഫിക്കറ്റ്, ഈ 3 സർട്ടിഫിക്കറ്റുകൾ നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്നും വളരെ സിമ്പിളായി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. മാരേജ് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടക്കമുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ QR കോഡ് അടക്കമുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ജനന സർട്ടിഫിക്കറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ലിങ്ക് അയച്ചു തരാം. അത് സൗജന്യമായി തന്നെ എടുക്കാം. ആരുടെയും നമ്മൾ ഓഫീസുകളിലോ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് നമ്മൾ യാതൊരു വിധത്തിലുള്ള ഫീസ് നൽകേണ്ടിയില്ല. QR കോഡ് അടക്കമുള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് പിന്നീട് സീലോ അല്ലെങ്കിൽ ഒപ്പിൻ്റെയോ ആവശ്യമില്ല. നമ്മുടെ ഒറിജിനൽ തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര്, മാതാപിതാക്കളുടെ പേരെല്ലാം തിരുത്തൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിയുടെ പേര്. കുട്ടിയെ 18 വയസ്സ് മുമ്പുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പേരിൻ്റെ കൂടെ നമ്മുടെ എല്ലാം ഇനീഷ്യൽ സർനെയിം അടക്കമുള്ള കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കളുടെ പേരുണ്ടാകും. മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എന്താണോ പേരുള്ളത് അത് തന്നെയാണ് ഇതിലും നമ്മൾ ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നമ്മുടെ മക്കളുടെ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ, നിങ്ങൾ വീഡിയോ കാണുന്ന ആളുടെ മക്കളുടെ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ നിങ്ങളുടെ SLC ബുക്കിൽ എങ്ങനെയാണോ പേരുള്ളത്, നിങ്ങളുടെ പേരിൻ്റെ കൂടെ സർനെയിമോ അല്ലെങ്കിൽ സ്കൂൾ സർനെയിം ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ എങ്ങനെയാണോ ഉള്ളതെന്ന് നോക്കുക. അതേ മോഡൽ തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കളുടെ പേരിലുള്ള കോളത്തിൽ ഉൾപ്പെട്ടതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പോൾ തിരുത്താനുള്ള അവസരമുണ്ട്. ഇപ്പോൾ തികച്ചും അത് ഓൺലൈൻ വഴി തിരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾക്കെല്ലാം ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. നമ്മളതിന് പ്രത്യേകിച്ച് ഒരു ഓഫീസിൽ നമ്മൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കെ-സ്മാർട്ട് വെബ്സൈറ്റ് വഴി നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നമ്മളൊരു വാട്സപ്പ് സേവനം നൽകുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അതിന് നമ്മൾ ചെറിയൊരു സംഖ്യ ഈടാക്കുന്നുണ്ട്. വെറും 29 രൂപ മാത്രമാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് മെസ്സേജുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയൊരു ചാർജ്, വെറും 29 രൂപ മാത്രമാണ് ഇതിന് ചാർജ് ഈടാക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കളുടെ പേര് തിരുത്തൽ, മക്കളുടെ പേര് തിരുത്തൽ, അതുപോലെ തന്നെ നിലവിൽ ജനനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് ജനനം രജിസ്റ്റർ ചെയ്യൽ, നഷ്ടപ്പെട്ടു പോയ ജനന സർട്ടിഫിക്കറ്റ് നമ്മൾ വീണ്ടെടുത്ത് തരൽ, എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് മുഖേന നിങ്ങൾ ചെയ്തു തരും. അതുപോലെ തന്നെ 30 വയസ്സിന് ഇപ്പോൾ 30-35 വയസ്സുള്ള ആളുകൾക്ക് ചിലപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പുതിയതായി ജനനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്ത് ജനിച്ച കുട്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് വിദേശത്ത് ജനിച്ച കുട്ടികൾ. അവരുടെ ജനം നാട്ടിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആധാർ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ കുറച്ചധികം പ്രായമുള്ള ആളുടെ പേര് തിരുത്തൽ. 18 വയസ്സിന് ശേഷമുള്ള ആളുടെ എല്ലാം പേര് തിരുത്തൽ കുറച്ച് ഇതേപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മുഖാന്തരമാണ് നമ്മൾ തിരുത്തുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മൾ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. 40-30 വയസ്സിന് ശേഷമുള്ള ആളുകൾക്കൊന്നും ജനന നിർബന്ധമില്ല. എന്നിരുന്നാലും നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ SCRമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമമാണ്.
നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ആളുകളാണ് തെളിയിക്കുന്ന ഏറ്റവും ആധികാരിക രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. ആ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, നമ്മൾ എവിടെയാണ് ജനിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ കുറഞ്ഞ രേഖകളിൽ മാത്രമാണ് നമ്മുടെ ജനനസ്ഥലം രേഖപ്പെടുത്തുന്നതുള്ളൂ. നമ്മുടെ SLC ബുക്കിൽ നമ്മൾ എവിടെയാണ് ജനിച്ചതെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് നമ്മൾ എവിടെയാണ് ജനിച്ചതെന്ന് രേഖപ്പെടുത്തുന്നുള്ളൂ. മറ്റൊരു രേഖയിലും നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ SLC ബുക്ക്, അങ്ങനെ വളരെ കുറഞ്ഞ രേഖകൾ മാത്രമാണ് ഇത് രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ആധാർ കാർഡിൽ നിന്നും ഒരിക്കൽ പോലും നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖ സർക്കാർ അംഗീകരിക്കുകയുമില്ല. കരുതുന്നു. ഇപ്പോൾ ചെറിയ ഇപ്പോൾ തന്നെ ചാനൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ അതുവരെ നന്ദി, നമസ്കാരം.